പ്രഡിക്ഷൻ മക്കളെ, നാളത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതും അതായത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്റെ കൂടെ ഷെജീൽ സാർ. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആൻസേഴ്സ് എവിടെ കിട്ടും? അത് ഇന്ന് 7:15 നടക്കുന്ന ലൈവിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഈ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മുഴുവൻ ആൻസേഴ്സും അതുപോലെ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യൂടാ ഇന്നത്തെ ലൈവിൽ ഉണ്ടാവും. ഇന്ന് ലൈവിൽ വരുന്ന ആളുകൾക്ക് ജസ്റ്റ് പഠിച്ചു പോകാന്നല്ല, ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പം സാറേ സൗണ്ട് വേസ് എന്നുള്ള ചാപ്റ്റർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകും. സോ ചെയ്യാൻ പറ്റുന്നവർ ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങിക്കോ. ഓക്കെ, സോ നമ്മളെ ലൈവില് കറക്റ്റ് സൊല്യൂഷൻസ് ഉണ്ടാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ഫ്രീക്വൻസി ഓഫ് സിമ്പിൾ പെൻഡുലം തന്നാണ് പീരീഡ് കണ്ടെത്തണം. ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് അറിയാലോ, ഡയറക്റ്റ് ഇക്വേഷൻ അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇത് 100% ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, 100%. ഗ്രാഫ് തന്നിട്ട് ഫ്രീക്വൻസി, പീരീഡ്, അതേപോലെ ആംപ്ലിറ്റ്യൂഡ് ഒക്കെ കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് എന്താണ് ഷുവർ ആണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ എന്ത് ചെയ്യുന്നത് തിരിച്ചു കൊടുക്കണം, കാരണം ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ആവണമെന്നില്ല. ഓക്കെ, എന്നാൽ ഇത് നോക്കുക. ഇവിടെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും കണ്ടെത്തണം. ഇവിടെ ഒരു പ്രത്യേകത താഴെ ഡിസ്റ്റൻസ് ആയിരിക്കും തരാം വേവ് ലെങ്ത് കണ്ടെത്താൻ പറഞ്ഞാൽ. ഓക്കെ, ബി കെയർഫുൾ ആണ്. ഓക്കെ, മറ്റേ നേരത്തെ എന്താ തന്നിരുന്ന ടൈം ആയിരുന്നു കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്പീഡ് ഓഫ് വേവ് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ അറിയാലോ. ഇക്വേഷൻ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ, ഡയറക്റ്റ് ഇക്വേഷൻ, പീരീഡ് കണ്ടെത്തുക. എന്നാൽ അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ട്വിസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് എക്സാമിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനിൽ പെട്ട ക്വസ്റ്റ്യൻ ആണെന്ന് വി ആർ പ്രെഡിക്റ്റിംഗ്. സോ ഈ ക്വസ്റ്റ്യൻ അറിയുന്ന ആൾക്കാർ ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, ഡീറ്റെയിൽസ് എക്സ്പ്ലനേഷൻ അവിടെ ഉണ്ടാവും, ലൈവിലുണ്ടാവും. ദെൻ നെക്സ്റ്റ്, ഹൗ ലോങ് വിൽ ടേക്ക് ടു ഹിയർ എക്കോ ഡിസ്റ്റിങ്ക്ട്ലി? സാറേ എന്താ ഉത്തരം? എക്കോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കേൾക്കണമെങ്കിൽ സമയം എത്ര വേണം? 1/10 സെക്കൻഡ്. ഓക്കെ, അതേപോലെ എത്ര ദൂരം ആവണം എന്നാണ് അറിയാം. 17.5 ആണ്. അതിന്റെ ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. വാട്ടിലാണെങ്കിൽ 74. ദെൻ നോക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ എക്സാമിന് വരാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. അതായത് ഒന്നാമത്തെ ചാപ്റ്റർ എന്നുള്ള പ്രോബ്ലത്തിൽ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാർക്കിന്റെ പോർഷൻ നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റും. ഓക്കെ, ഇത് രണ്ട് രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്ന് അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ള ചോദ്യമാണ്. രണ്ടാമത്തത് എക്കോ റിലേറ്റ് ചെയ്തിട്ട് ഡിസ്റ്റൻസ്, റിഫ്ലക്റ്റിംഗ് സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ്. അൾട്രാസോണിക്കലി എക്കോ രണ്ടും ഒരേപോലെ. ഇവിടെ വേണ്ടത് ഒന്ന് വെലോസിറ്റി വേണം, അതുപോലെ തന്നെ ടൈം വേണം. അത് മാത്രം മതി. പിന്നെ ഇതും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഇവിടെ ടൈം ആണ് കണ്ടെത്താനുള്ളത്. നേരത്തെ അതേപോലെ തന്നെ സെയിം ഇക്വേഷൻ, സെയിം രൂപം, പക്ഷേ ഡിസ്റ്റൻസിന് പകരം ടൈം കണ്ടെത്തും. പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കി വെക്കുക. ഓക്കെ, കാരണം പ്രോബ്ലംസ് ഏകദേശം 15 മുതൽ 18 മാർക്കിന് വരെ ചോദിക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് അതേപോലെ തന്നെ ഡിസ്റ്റൻസ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ മാത്രം കാണിച്ചു തരാണ്. ഡിസ്റ്റൻസ് കാണാനുള്ള ക്വസ്റ്റ്യൻ പരമാവധി പ്രാക്ടീസ് ചെയ്യുക. എളുപ്പമാണ്, പെട്ടെന്ന് ചെറിയ സ്റ്റെപ്പിൽ കഴിയും. നമ്മൾ ലൈവിൽ കാണിച്ചു തരും. സീനൊന്നുമില്ല. പെൻഡുലത്തിന്റെ നീളം കൂടിയപ്പോൾ ആവർത്തിക്കാൻ സംഭവിച്ചു. ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. വൺ വേർഡ് ആണ്. അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വാൾസ്. എന്താണ് നമ്മുടെ തിയേറ്ററിലൊക്കെ വാൾസ് റഫ് ആക്കുന്നത് അല്ലേ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട സംഭവമാണ്. റിവർബറേഷൻ റെഡ്യൂസ് ചെയ്യാൻ. അടുത്തത് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഈ ചോദ്യവും തൊട്ടടുത്ത ചോദ്യവും ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. രണ്ടും ഏകദേശം സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ഒരു പലരും കണ്ടിട്ടുണ്ട്, അങ്ങനെ ബ്ലേഡ് വെച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷ. നാച്ചുറൽ ഫ്രീക്വൻസി, റെസൊണൻസ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഇത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം എന്തായാലും ഷുവർ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ ട്യൂണിംഗ് ഫോർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫോഴ്സ്ഡ് വൈബ്രേഷനുമായി ബന്ധപ്പെട്ട എന്താണ് പറയുന്നത്, ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിനത് കഴിഞ്ഞാൽ എക്കോ എന്തുകൊണ്ടാണ് എക്കോ എപ്പോഴാണ് ഉണ്ടാവുന്നത്? എക്കോന്റെ കണ്ടീഷൻ ഓർത്തു വെക്കുക. ഓക്കെ, എക്കോ ഉണ്ടാവണമെങ്കിലുള്ള മിനിമം കണ്ടീഷൻ 17.5 ഡിസ്റ്റൻസ് ആയിരിക്കണം മിനിമം ഡിസ്റ്റൻസ്. അതിൽ കൂടിയാൽ എക്കോ എന്തായാലും കേൾക്കും. അതേപോലെ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗും അതിലൊരു പോയിന്റ് ആണ്. കാരണം 0.1 സെക്കൻഡിന് ശേഷം സൗണ്ട് റിസീവ് ആയാലേ അത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മുഴക്കം പോലെ റിവർബറേഷൻ ആവും. പിന്നെ റീസൺ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന്റെ ഹൈലൈറ്റ്സ് ആണ്. ഓക്കെ, റീസൺ എഴുതാൻ പറയുന്ന ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, നമ്മളെ റെസൊണൻസിന്റെ എക്സാമ്പിൾസിൽ സാർ ഓൾറെഡി നമ്മളിത് ഇന്നത്തെ ലൈവിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്താണ്. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ മോഡൽ നമ്മൾ റീസൺ എങ്ങനെ എഴുതണം, എങ്ങനെ അതിന് ആൻസർ ചെയ്തത്. കാരണം സാർ ജസ്റ്റിഫൈ എന്ന് പറഞ്ഞിട്ട് അതായത് പിന്നെ നമ്മളെ ഡെഫിനിഷൻ ചോദിക്കില്ല, പക്ഷെ എങ്ങനെ ചോദിക്കും?
ജസ്റ്റിഫൈ ചെയ്യാൻ പറയും. ജസ്റ്റിഫൈ കാരണം പറയും, ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ എങ്ങനെ ചോദിക്കുക, വാട്ട് ഈസ് റെസൊണൻസ്, വാട്ട് യു മീൻ ബൈ റെസൊണൻസ്, ഇല്ല പരിപാടി, വാട്ട് ഈസ് നാച്ചുറൽ ഫ്രീക്വൻസി, ആ പരിപാടി ഒന്നുമില്ല. ഇതിന്റെ ലാസ്റ്റ് ഒരു ജസ്റ്റിഫൈ എന്ന് പറയും, ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കേണ്ട എന്താ റെസൊണൻസ് എന്ന് എഴുതി കൊടുക്കുക വൃത്തിയായിട്ട്. ഓക്കെ, ശ്രദ്ധിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഓഡിറ്റോറിയങ്ങളിലും ഹാളിലും എന്തെങ്കിലും ഭിത്തി പരിക്കലാക്കാൻ കാരണം നമ്മൾ നേരത്തെ ഓൾറെഡി റഫ് സർഫസ് സ്മൂത്ത് സർഫസിലുള്ള റിഫ്ലക്ഷൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് ചാപ്റ്റർ മാറിയെന്ന് വിചാരിക്കുന്ന കോഡാണ് സാറേ, ക്രിക്കറ്റിലെ കോഡാണ് ഇത്. മക്കളെ 100% ഉറപ്പുള്ള ചോദ്യമാണ്. ഇതിന് എത്ര ക്വസ്റ്റ്യനാ വരാറ്? അവരോട് 2 എഴുതാനാ പറയാം. ഓക്കെ, 4 ഉണ്ടെന്ന് അറിയാം, 2 എഴുതാനായിരിക്കും ചോദിക്കുന്നത്. നമ്മൾ 4 എഴുതും. ഓക്കെ, നാച്ചുറൽ ഫ്രീക്വൻസിന്റെ പിന്നെ ഫാക്ടേഴ്സ് ആണ്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് സാർ ലൈവില് പറയും എന്തൊക്കെയാണ്. ഓക്കെ, ഇതാണ് അതിന്റെ കോഡ് കേട്ടോ, കോഡ് ഓർത്ത് വെച്ചോളി. ഓക്കെ, അത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് ഇത് ഉണ്ടാവും, ഉറപ്പാണ് മക്കളെ ഉണ്ടാവും. ഇതെങ്ങനെ തരുക വെച്ചാൽ ഒരു 4 പോയിന്റുകളായിട്ട് തരും. ഓക്കെ, 4 പോയിന്റുകൾ തരും. എന്നിട്ട് നിങ്ങളോട് പറയും, എടാ ഇതിൽ നിന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ചെയ്ത് ട്രാൻസ്വേഴ്സ് വേവ് ചെയ്ത് എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. പിന്നെ അത് കഴിഞ്ഞാല് സീസ്മിക് വേവ്, സുനാമി, അതായത് 1 വേർഡിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതിൽ പെട്ട സാധനമാണ്. ചെറിയ കാര്യങ്ങൾ പഠിക്കാൻ. സുനാമി 2 മാർക്കിന് 1 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സീസ്മിക് വേവ്. അതിലുള്ള 2 പ്രധാനപ്പെട്ട പോയിന്റാണ് റിക്ടർ സ്കെയിലും അതേപോലെ സീസ്മോളജി സ്റ്റഡി വിളിക്കണം. ലജി എന്ന് പറഞ്ഞ സ്റ്റഡി. ഓക്കെ, ലെൻസസ് ചാപ്റ്റർ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്റർ. 25 മാർക്കിനാണ് ഈ ചാപ്റ്ററിന് ചോദ്യം വരുന്നത്, 1 2 അല്ല. ഓക്കെ, 25 മാർക്കിന് ചോദ്യം വരുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാ, ഇവിടെ വരുന്ന ചോദ്യങ്ങൾ ഇതാ, ഇതിന്റെ ഇതുപോലെ ഒപ്റ്റിക്കൽ സെന്റർ എന്താ, സെന്റർ ഓഫ് കർവേച്ചർ എന്താ, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺ. ഇത് സാർ വെറുതെ കട്ട് ചെയ്തോണ്ടെന്നല്ല, ഇതൊരു PYQ കൂടിയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് ലെൻസ്. മക്കളെ, ഈ ചോദ്യം നിങ്ങൾ ഓർത്തു വെച്ചോളി, ഇത് ചിലപ്പോൾ വരക്കാൻ കൂടി വരും. ഓക്കെ, ഫോർമേൽ ഉണ്ടായിക്കോട്ടെ. അത് കഴിഞ്ഞാൽ അടുത്തതാ നമ്മുടെ റൂൾസ് ഫോർ ഡ്രോയിങ് റേ ഡയഗ്രാം. നിങ്ങൾക്ക് അറിയാലോ, ഇത് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. എന്താണെന്നറിയോ, ചിലർ റേ ഡയഗ്രാം മാത്രം പഠിച്ചാൽ മതി. അതിന്റെ റൂൾസ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ റൂൾസ് എങ്ങനെ വരക്കാന്നുള്ളതും കൂടി നമ്മൾ പഠിക്കും. അതായത് ഇത് നമ്മളുടെ വ്യത്യാസമാണ് പഠിക്കേണ്ടത്. ഇയാൾ എന്ത് ചെയ്യും, കൺവേർജ് ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യും, ഇയാൾ എന്ത് ചെയ്യും, ഡൈവേർജ് പോവാണെന്നുള്ളത് ഓർത്തു. സംവ്രജിക്കുക, വിവ്രജിക്കുക. ഓ, ഭയങ്കരം തന്നെ, നാം ഒന്നായിട്ട് വിളിക്കി പോകും. മാത്രം പറയുള്ളൂ, ഞാൻ പറയില്ല, എനിക്ക് കിട്ടൂല. അത് കഴിഞ്ഞാൽ അതായത് നമ്മുടെ പൊസിഷൻ ഓഫ് ഒബ്ജക്ട്, പൊസിഷൻ ഓഫ് ഇമേജ്, ഇതൊന്ന് കാണാതെ പഠിച്ചോക്കണം. ചില ആൾക്കാർ വരച്ച് എളുപ്പമാണ് കാണാതെ പഠിക്കാൻ, ഇത്ര എളുപ്പമുള്ള സാധനം വേറെ അല്ല. അതായത് ഇത് ഡയറക്റ്റ് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഇത് ചിത്രം വരച്ചിട്ടാണ് പല ആൾക്കാരും ഇത് പഠിക്കാറുള്ളത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യണം, അതൊന്ന് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, സ്ക്രീൻഷോട്ട് എടുത്ത്. ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ഇത് വിർച്വലും ഇറക്റ്റും, ബാക്കിയുള്ള റിയലും ഇൻവെർട്ടഡ് ഇതന്നെ പരിപാടി. ഓക്കെ, ഞാൻ ഏറ്റവും വലിയ രസം തരാം, ഇവിടുന്ന് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കാണിച്ചതാണ്. അതായത് ഇനി അടുത്ത അതുപോലെ തന്നെ കോൺകേവ് ലെൻസ് ഇമ്പോർട്ടൻറ്റ് ഷുവർ. 3 മാർക്കിന്റെ ചോദ്യത്തില് കോൺകേവ് വരക്കാൻ എന്തായാലും ഉണ്ടാവും. എന്താ കോൺവെക്സ് വെക്കുമ്പോ കോൺകേവിന് വാശി കൂടും, അപ്പൊ കോൺകേവ് ഉറപ്പാണ്. ഇവിടുന്ന് ഒരു പ്രോബ്ലം ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഒരു പ്രോബ്ലം ഇവിടുന്ന് ഉണ്ടാവും കോൺകേവുമായി ബേസ് ചെയ്തിട്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു സാധനമൊക്കെ തരും. ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ഇപ്പോൾ രാവിലെ വരുമ്പോൾ ഒരു സ്റ്റുഡന്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 30 സെന്റിമീറ്റർ, അതുപോലെ തന്നെ Fലേക്കുള്ള ഡിസ്റ്റൻസ് 10. എന്നിട്ട് ഫോക്കസ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വെച്ചിട്ട് ഫോക്കസ് ചെയ്താൽ പറയുന്നത് എത്ര വരിക, ഫോക്കസ് -10 ആണ്. കാരണം എന്താ കോൺകേവ് ആണ് ഫോക്കസ്. കോൺകേവിൽ എല്ലാം നെഗറ്റീവ്, ഫുൾ നെഗറ്റീവോളിയാണ് കോൺകേവ്. ഒരു വി കണ്ടെത്താനൊക്കെ ഉണ്ട്, നമുക്ക് ചെയ്യാം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ സാർ എന്ത് ചെയ്യുന്നു, ലൈവിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2Fന് എന്ത് ചെയ്തോ, നല്ലോണം കെയർ ചെയ്തോളി. 2Fന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. 2F എന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ഒന്ന് സെയിം സൈസ് എന്ന് പറയുമല്ലോ. സെയിം സൈസ് എവിടെയാണ് സെയിം സൈസുള്ള ഒബ്ജക്ട് ഇമേജ് ഉണ്ടാവുക, 2Fൽ വെക്കുമ്പോഴാണ്. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ -1 വരല എവിടെയാണ്, 2Fലാണ്. ഇത്രയും ഡീറ്റെയിൽസ് 2Fനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇതാണ് സാർ ഞാൻ പറഞ്ഞത്, റൈറ്റ് ഇൻ 2 ഫീച്ചേഴ്സ്. എല്ലാത്തിനും ഉണ്ടാവും റിയലി ഇൻവെർട്ടർ. എന്താ പറയുക, ചില ടീച്ചേഴ്സ് റിയലി ഇൻവെർട്ടറിന് ഒറ്റ ഫീച്ചർ ആയിട്ട് എഴുതാറുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഫീച്ചർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താ, സൈസും കൂടി എഴുതാ. ഇനി ശ്രദ്ധിക്കണം, ഇതായിരിക്കും ബിറ്റ്വീൻ F ആൻഡ് 2F. ഈ ചോദ്യമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വർഷം 2025 നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു ചോദ്യമായിരിക്കും. ഓക്കെ, 3 മാർക്കിന്റെ ചോദ്യമായിരിക്കും. ഓക്കെ, സെറ്റാണ്. അത് കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പ് വരാൻ സാധ്യത
ഉണ്ടോന്ന് വെച്ചാൽ റേ ഡയഗ്രാം അല്ലേ, ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ടെലിസ്കോപ്പിന് അങ്ങനെ ഒരു സാധ്യത ഇല്ല. നിങ്ങളത് പഠിക്കാതെ പോകരുത്, അതും കൂടി എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ട് മൈക്രോസ്കോപ്പിന്റെ സാർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വരച്ച് ഓരോന്നും, അതായത് നോർമലി എല്ലാവരും ചെയ്യുക എങ്ങനെ വെച്ചാൽ അതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ അതേ ഇതിട്ടിട്ട് അയിമല് വരക്കലാണ്. സാർ എന്താ ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് 7:15 വരിട്ടോ. ഇനി അതുപോലെ തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും അതുപോലെ തന്നെ ടെലിസ്കോപ്പ് തമ്മിലുള്ള ഡിഫറൻസ് അത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഡിഫറൻസ് പഠിക്കുന്നത് വെച്ചാൽ ഇതിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും എടുത്ത് എഴുതാൻ പറ്റും. അപ്പൊ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിച്ചു, അത് നമ്മൾ ഡിഫറൻസ് പഠിച്ചു കഴിഞ്ഞാൽ ടെലിസ്കോപ്പിനെ കുറിച്ച് നമുക്ക് രണ്ടും പഠിക്കാൻ പറ്റും ഒറ്റയടിക്ക്. ഒന്നിന്റെ ശരിക്കും ഒന്നിന്റെ സംഭവം പഠിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത്. ഓക്കെ, അത് നമുക്ക് സെറ്റ് ആക്കി വെക്കാൻ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ പ്രോബ്ലം സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലൊരു പ്രോബ്ലം നിങ്ങൾക്ക് കാണാൻ പറ്റും. കാർട്ടീഷ്യൻ. ഓക്കെ, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷന്റെ ഓക്കെ സീനൊന്നുമില്ല. അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഇത് കാർട്ടീഷ്യനിൽ ഒരു പരിപാടി ഉണ്ട്. റൈറ്റ് സൈഡിലല്ലേ, വലത്തെ കൈയല്ലേ, വലത്തെ കൈ പോസിറ്റീവ് കാര്യത്തിനല്ലേ ഉപയോഗിക്കുക. ഭക്ഷണം കഴിക്കാൻ പോസിറ്റീവ് ആണ്, ഇടത്തെ കൈ വേണ്ട, ഞാൻ പറയണില്ല. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ്, ലെഫ്റ്റ് ഹാൻഡ് നെഗറ്റീവ്, അങ്ങനെ ആലോചിച്ചാൽ മതി. സിമ്പിൾ. യെസ് യെസ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോക്കൽ ലെങ്ത് +10 വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് ഏതാ ലെൻസ്, കോൺവെക്സ് പ്ലസ് ആണെങ്കിൽ കോൺവെക്സ്. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളൂ മക്കളെ. അതായത് നിങ്ങൾക്ക് കുറെ അളവുകളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു ഡ്രോ എ റേ ഡയഗ്രാം ബേസ്ഡ് ഓൺ ദിസ് മെഷർമെന്റ്. ഇത് വെച്ചിട്ട് ഒരു റേ ഡയഗ്രാം നിങ്ങളോട് വരക്കാൻ പറഞ്ഞു. ഇങ്ങനൊരു ചോദ്യം മക്കൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇങ്ങനൊരു ചോദ്യം ഇപ്പൊ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ ഓണം എക്സാം ചോദിക്കാനുള്ള സാധ്യത ഡ്രോ ചെയ്തിട്ട് അതിനൊരു പ്രത്യേകത ഉണ്ട്, അതിന്റെ ഇമേജിന്റെ സൈസ് അളന്നിട്ട് എഴുതാം. ലൈവില് വാ, നമുക്ക് സെറ്റ് ആക്കി തരാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് 100% അല്ല 110% ഉറപ്പുള്ള ചോദ്യമാണ്. മാഗ്നിഫിക്കേഷൻ കണ്ടെത്താനുള്ള ചോദ്യം ഉണ്ടാവും മക്കളെ. ഇതിന്റെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ഇതും രണ്ടാമത്തത് ഇതും. ഓക്കെ, 2 ടൈപ്പ് ക്വസ്റ്റ്യൻ മാഗ്നിഫിക്കേഷൻ. ഇതിലേതെങ്കിലും ഒന്ന് 100% ഉറപ്പ് സാറ് പറയും മാഗ്നിഫിക്കേഷൻ ചോദ്യം എന്തായാലും. ഓക്കെ, അതില്ലാത്തൊരു ചോദ്യം പേപ്പർ ഇല്ലാത്ത ചോദ്യം ഉണ്ടാവില്ല. യെസ്. അതുപോലെ തന്നെ പവർ കാണാൻ 2 മാർക്കിന് ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. മീറ്ററിൽ തരാം, സെന്റിമീറ്ററിൽ തരാം. എന്തായാലും നമ്മള് മറ്റേ 100/100 ചെയ്യാം. അതൊക്കെ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, മീറ്ററിലാണെങ്കിൽ എങ്ങനെ ചെയ്യും, സെന്റിമീറ്ററിലാണെങ്കിൽ എങ്ങനെ ചെയ്യും, രണ്ടും ഒറ്റ സ്ലൈഡിലിട്ട് അപ്പുറം ഇപ്പുറം വരച്ചു കൊടുത്തു സെറ്റ് ആക്കിന്. ഇന്ന് അതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ചാപ്റ്റർ 3 വരും. ആകെ നമുക്ക് എന്ത് ചെയ്യാം, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതിന്ന് വരുള്ളൂ. സാറേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, നമ്മളിതാ ഈ ഓർഡർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഓർഡർ വിബ്ജിയോ വിബ്ജിയോറിന്റെ ഓർഡർ പഠിച്ചു വെക്കാം. അത് കഴിഞ്ഞാൽ അടുത്തതാ നെയിം ദ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രതിഭാസം ഏതാണ്? ഡിസ്പെർഷൻ. പണ്ട് അങ്ങനെയല്ല ചോദിക്കല്ലേ, ഡയറക്റ്റ് പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ്. വെറൈറ്റി. ഓക്കെ, പിന്നെ give the reason for the type of splitting. അതായത് വേവ് ലെങ്ത് നമ്മൾ 2 റീസൺ പറഞ്ഞാണ്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വേവ് ലെങ്തും നമുക്ക് പറയാം. പിന്നെ അതുപോലെ ഡ്രോ ദ റേ ഡയഗ്രാം ഓഫ് റീകോംബൈനിങ് ദ കളർ പ്രൊഡ്യൂസ്ഡ് ഇൻ പ്രിസം. റീകോംബിനേഷൻ ഓഫ് പ്രിസം ഇമ്പോർട്ടന്റ് ആണ്. നേരെയുള്ള പ്രിസം, ഇൻവെർട്ടഡ് പ്രിസം. ആദ്യം റീകോംബിനേഷൻ എന്ന ഒന്നുകൂടെ ഉണ്ടാവുക. അപ്പൊ ആദ്യം നമ്മൾ അവരെ പിരിക്കുന്നു, പിന്നെ ഒന്നാക്കും. ഓക്കെ, അത് കഴിഞ്ഞ് അതുപോലെ തന്നെ വാട്ട് ഈസ് ഡിസ്പെർഷൻ. ഇങ്ങനെ വാട്ട് ഈസ് ഡിസ്പെർഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതുപോലെ സ്പ്ലിറ്റിംഗ് ടൈപ്പ് ഓഫ് പരിപാടികളായിരിക്കും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ റൈറ്റ് ഡൗൺ ദ ചേഞ്ചസ് ഇൻ സൺലൈറ്റ് ഡ്രോപ്ലെറ്റ്സ്. ഓക്കെ, റെയിൻബോയിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം. ഇത് ചിലപ്പോൾ തല തിരിച്ചിട്ട് ചോദിക്കും. അതായത് നേരെ വരുമ്പോ മുകളിൽ ഉണ്ടാവുക റെഡ് ആണ്, താഴെ ഉണ്ടാവുക വയലറ്റ് ആണ്. ഇൻവെർട്ടർ ടഫ് ക്വസ്റ്റ്യൻ, തല തിരിച്ചാലോ തല തിരിച്ചാൽ മതി, ഇത്രേ ഉള്ളൂ. ഒറ്റ കാര്യം നോക്കിയാൽ ഡീവിയേഷൻ ഏറ്റവും കൂടുതൽ ഏത് കളറിനാണ്? ഓക്കെ, വയലറ്റിനായിരിക്കും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യനും ഏറ്റവും കൂടുതൽ വ്യതിയാനം ഏതാണ്. ഓക്കെ, സിമ്പിൾ. അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, വയലറ്റിന് എന്തുകൊണ്ടാണ് വ്യതിയാനം കൂടാൻ കാരണം? അത്രേ ഉള്ളൂ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിന് വരിക. പിന്നെ റെയിൻബോ ഉണ്ടാക്കാനുള്ള കാരണം, റെയിൻബോന്റെ പോർഷനിലേക്ക് വളരെ പതിയെ കടക്കുള്ളൂ. റെയിൻബോ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് എന്നാലും ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ റെയിൻബോന്റെ ക്വസ്റ്റ്യൻ, റെയിൻബോയിൽ എക്സ് ഏതാ വൈ ഏതാ എന്നുള്ള സാധനം. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും വന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമല്ല, സ്പെക്ട്രം ഓർത്ത് വെക്കണം കേട്ടോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എല്ലാവരും എന്ത് ചെയ്യണം, ഓർമ്മയിലുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ എന്റെ മക്കള് വൃത്തിക്ക് പഠിച്ചു വെച്ചോ. ഓക്കെ, എടാ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഒരേ ചോദ്യങ്ങളൊന്നും പറയില്ല. സാർ സെലക്ട് ചെയ്ത കുറച്ച് ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ നാളത്തെ ചോദ്യ പേപ്പറിൽ അങ്ങനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ചോദ്യങ്ങളെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. അതായത് ഇതുവരെ ഒന്നും പഠിക്കാത്തപോലെ, അതുപോലെ എന്തെങ്കിലും അസുഖമായിട്ടൊക്കെ ഇനി നാളെ ഇരുന്ന് പഠിച്ചിട്ട് എക്സാം എഴുതേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും.
അങ്ങനത്തെ ആൾക്കാരൊക്കെ പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ മക്കളെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം. നമ്മുടെ 7:15 ലൈവിൽ എല്ലാ മക്കളും ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് യുവർ മിഷാൻ സാർ സാർ. യെസ്, താങ്ക് യു. ബൈ ബൈ.